വേടൻ എന്ന റാപ്പർക്കെതിരെ എന്തിനാണ് സംഘപരിവാരം ഇത്ര കലിതുള്ളുന്നത്? ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയെ അദ്ദേഹത്തെ കപടദേശവാദി എന്ന് മോദി കപടദേശവാദി എന്നാണ് പറഞ്ഞത്. കൂരു ചുറ്റുന്നവൻ, വാളെടുത്തവൻ, അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം ഒരു വേടൻ എന്ന കലാകാരൻ രാജ്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പൊതുവായിട്ടാണ് പറയുന്നത്. കപടദേശവാദിയും നാട്ടിൽ മതജാതിവാദ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൊന്നും ഒരാദിയില്ലാത്ത ഒരു ഭരണാധികാരിയെന്നും നാട് ചുറ്റുന്നത് നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടാണെന്നും ഇന്നത്തെ അധികാരി വാളെടുത്തവനാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ തീർത്തും നരേന്ദ്രമോദിയുടെ ക്വാളിറ്റിയായി അദ്ദേഹത്തിൻ്റെ മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒന്നാണ് എന്ന് BJP തന്നെ തോന്നുന്നുണ്ടെങ്കിൽ അത് വേടൻ്റെ കുഴപ്പമല്ല, അത് BJPയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ കുഴപ്പമാണ്. ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സംവരണം കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇന്ന് അങ്ങനെ സംവരണം നൽകുന്നത് കേന്ദ്ര സർക്കാരാണ് എന്നാണ് BJP നേതാവ് പറയുന്നത്. ചരിത്രം പോലും അറിയാത്ത BJPയുടെ നേതാക്കളും അണികളും ഈ രാജ്യത്തിന് അപമാനമാണ്. ഇത്തരം ചരിത്രബോധമില്ലാത്തവരാണ് റാപ്പറെ പോലെയുള്ളവരുടെ സംഗീതം കേൾക്കേണ്ടതും രാജ്യത്തെ ജനത ജാതീയത കൊണ്ട് അനുഭവിച്ച യാതനകളെക്കുറിച്ചും അതിന്റെ വേദനകളെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടതും. റാപ്പർ വേടന് പുലിപ്പല്ലി നൽകിയതെന്ന പരസ്യ പ്രസ്താവനയും നടത്തിയ ഉദ്യോഗസ്ഥർ വേടൻ വനംവകുപ്പിന്റെ റഡാറിലായിരുന്നു എന്ന് പറഞ്ഞ് വനമന്ത്രി AK ശശീന്ദ്രൻ ഉദ്യോഗസ്ഥരുടെ നടപടിയെ ഇപ്പോഴും ദാഹിക്കുന്നുവെന്നാണ് വേടന്റെ സ്വത്വത്തെ പോലും അപമാനിച്ചുകൊണ്ട് ശശികല പറഞ്ഞത്. ലങ്കൻ പുലികളുടെ രക്തദാഹവുമായി ശ്രീലങ്കയിൽ നിന്നും വന്ന് കേരളത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ഒരാളാണ് വേടനെന്നും ശശികല പറഞ്ഞു. വേടൻ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിന്റെ പ്രതിനിധിയാണോ എന്നും ചോദിച്ചു. രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കാണുന്ന സ്പോൺസർമാരുണ്ടെന്നുമാണ് മധുവിന്റെ വാദം. കൊല്ലം കുണ്ടറയിലെ ക്ഷേത്ര പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു മധുവിന്റെ പ്രതികരണം. ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗം ദളിത് വിഭാഗം രാജ്യത്ത് കൊടും ക്രൂരതകൾ ഏറ്റുവാങ്ങിയവരാണ് എന്ന നഗ്നസത്യം തുറന്നു പറയുന്നതിനാണോ അദ്ദേഹത്തെ ഇത്രയേറെ വേട്ടയാടുന്നത്? ഇവിടെ എന്തെല്ലാം വേട്ടയാടലുകളാണ്! അദ്ദേഹത്തിനെതിരെ NIക്ക് പരാതി നൽകുന്നു, പരസ്യമായി ശശികല പോലെയുള്ളവർ അധിക്ഷേപിക്കുന്നു, അമ്പലപ്പറമ്പിൽ കയറ്റരുത് എന്ന് പരസ്യാഹ്വാനം ചെയ്യുന്നു. ആദ്യം സർക്കാരാണ് ഈ വേടനെതിരായ വേട്ടത്തിന് തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഈ സംഘപരിവാരം ഉയർത്തുന്ന ഭീഷണികൾക്കും മൗനാനുവാദം നൽകുകയാണ് കേരള സർക്കാർ. ഇത് അപകടകരം. വിളിച്ചു പറയുന്നവരുടെ ശത്രുവാണ് സംഘപരിവാരം. അത് വേടനായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളായാലും. അതുകൊണ്ടാണ് സത്യം പറയുകയും അത് പ്രചരിപ്പിക്കുകയും സത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്ന നിരവധി നേതാക്കൾ ഇന്ന് തടവറകളിലും പീഡനങ്ങളുമായി കഴിയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ സംഘപരിവാർ ന്യൂനപക്ഷത്തിനെതിരെ രാജ്യഭൂരിപക്ഷം സംഘടിക്കുക, ഐക്യപ്പെടുക എന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി.